എഹിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വ്യത്യസ്തമായ ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം. അതിനായിട്ട് ഒരു 1.5 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ പീസുകളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പാനിലേക്ക് ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 6 ടേബിൾ സ്പൂൺ കണക്കിന് അതിട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ ഒരു പച്ച മണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറി കിട്ടുമ്പോൾ ഇതിലേക്ക് ഒരു 10-20 പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ചധികം പച്ചമുളകും കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. കാരണം നമ്മളിതിലേക്ക് മുളക് പൊടി ഇടുന്നില്ല. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ ഒരു സമയമായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 2 സവാള നീളത്തിന് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ സവാള നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സവാളയെ നന്നായിട്ട് വഴന്ന് വരുന്നവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ സവാള ഇവിടെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഗരം മസാല എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാരണം മുളക് നമ്മൾ കുറച്ചധികം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ കണക്കിന് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു കളർ വരുന്ന നേരത്ത് നമുക്കിതിലേക്ക് ഇതിലേക്കൊരു 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകളൊക്കെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുള്ളത് ഒരുപാട് വലിയ പീസും അല്ല, എന്നാലൊട്ടും ഒരുപാട് ചെറിയ പീസും അല്ലാത്ത രീതിയിലുള്ള ചിക്കൻ പീസുകളാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ട് നമ്മുടെ ചിക്കനിലേക്ക് ആ മസാല കിട്ടത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് ഇതിൽ ഉപ്പിൻ്റെയൊക്കെ കുറവുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് ആ ഒരു കണക്കിന് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ചിക്കൻ നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇടയ്ക്കൊന്ന് മറന്നു പോയതാണ്. നിങ്ങൾ ഫസ്റ്റ് ടൈം തന്നെ ഒന്ന് ചേർത്തതിന് ശേഷം ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിതിനൊരു 20 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ 20 മിനിറ്റിന് ശേഷം നമ്മൾ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 20 മിനിറ്റോളം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലെ വെള്ളം കുറച്ചൊന്ന് വറ്റി വരുന്ന നേരത്ത് നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ തക്കാളി ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ വെള്ളം വറ്റി വരുന്ന നേരത്ത് നമ്മൾ ചിക്കന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുകയും കൂടി വേണം. കാരണം നമ്മൾ ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസും തേങ്ങാപ്പാലുമാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ ചിക്കൻ നന്നായിട്ട് വെന്തതിന് ശേഷമാണ് ഇത് രണ്ടും ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലുമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഒരു 5 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് പറഞ്ഞല്ലോ, അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. കാരണം നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു തിള വരുന്ന നേരത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലൊരു മണമാണ് കിട്ടുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഒന്നും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നല്ല തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയാണ്. അപ്പോൾ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി നിങ്ങൾ മറന്നു പോകരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ ബൈ.